ഹലോ ഗൈസ്, ഡേ 48 ആണ്. മെയ്പ്പായിട്ട് ചെയ്ത് നോക്കിയിട്ട് 2-3 ദിവസം ആയതുകൊണ്ട് മെയ്പ്പായിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതായിട്ട് നേരെ പോയത് കളരിയിലെ വർക്കൗട്ടിലേക്ക് തന്നെയാണ്. നമ്മൾ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആകുന്ന കളരിയിലെ വർക്കൗട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നേരെ തിരിഞ്ഞാട്ടം ചെയ്ത് നോക്കാമെന്ന് വെച്ചു. തിരിഞ്ഞാട്ടം ഒരു ലെഗിന് 10 കൗണ്ട് വെച്ച് മൊത്തം 20 കൗണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ 20 കൗണ്ട് ചെയ്ത് തിരിഞ്ഞാട്ടം കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നേരെ പോയത് ടോ ടച്ച് ജമ്പിലേക്കാണ്. അത് 20 കൗണ്ട് ചെയ്തിട്ട് ഹിന്ദു പുഷപ്പിൻ്റെ വേരിയേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോ ടച്ച് ടു ഹിന്ദു പുഷപ്പിലേക്കാണ് ആദ്യമേ പോയത്. അത് 20 കൗണ്ടിൻ്റെ ഒരു സെറ്റാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ സ്റ്റാമിനയും നമ്മുടെ സ്ട്രെങ്തും ഒരുപോലെ ഇമ്പ്രൂവ് ആവുന്നൊരു വർക്കൗട്ടാണ് ഹിന്ദു പുഷപ്പ് വിത്ത് ടോ ടച്ച്. അതായിട്ട് നേരെ പോയത് അടുത്ത ഹിന്ദു പുഷപ്പിൻ്റെ വേരിയേഷനിലേക്ക് തന്നെയാണ്. അത് ടഗ് ജംപ് ടു ഹിന്ദു പുഷപ്പിലേക്കാണ് പോയത്. അതും 20 കൗണ്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ എൻഡ്യൂറൻസും നമ്മുടെ സ്ട്രെങ്തും ഒരുപോലെ ഇമ്പ്രൂവ് ആവുന്നതിന് ഈ ഹിന്ദു പുഷപ്പിൻ്റെ വേരിയേഷന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായിട്ട് ഞാനൊരു ചലഞ്ചാണ് ചെയ്ത് നോക്കിയത്. കൈ രണ്ട് ഉപയോഗിക്കാതെ ബാക്ക് ബെൻഡാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായിട്ട് നേരെ പോയത് നഞ്ചിക് റൊട്ടേഷനിലേക്കാണ്. നഞ്ചിക് റൊട്ടേഷൻ്റെ സ്പീഡ് ഇപ്പോൾ ഇതാണ്. എനിക്ക് തോന്നുന്നു മുൻപത്തെ അപേക്ഷൻ്റെ സ്പീഡിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് നോർമൽ പുഷപ്പിലേക്കാണ്. 10 kg പ്ലേറ്റിൻ്റെ സഹായത്തോടെ 20 കൗണ്ട് ചെയ്ത് നോർമൽ പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത പുഷപ്പ് നക്കിൾ പുഷപ്പായിരുന്നു. അതും 10 kg പ്ലേറ്റിൻ്റെ സഹായത്തോടാണ് ചെയ്തത്. അതും 20 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് കാർട്ട് വീലിലേക്കാണ്. കാർട്ട് വീല് ഞാനൊരു 5 മിനിറ്റ് കാർട്ട് വീൽ ചെയ്ത് നോക്കി. എന്നിട്ട് ലാസ്റ്റ് സെക്ഷനായ ഹെഡ് സ്റ്റാൻഡിലേക്ക് പോയി. ഹെഡ് സ്റ്റാൻഡിൻ്റെ കുറച്ച് വേരിയേഷനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.